السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വേങ്ങര ദാറുസ്സലാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന QHLS പഠിതാക്കളായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഖമറിലെ 45 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് 46 മുതൽ നമുക്കിന്ന് പഠിക്കാം. ആദ്യം പാരായണം ചെയ്യാം, കൂടെ ഓതുക. ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل الساعة موعدهم والساعة أدهى وأمر. إن المجرمين في ضلال وسعر. يوم يسحبون في النار على وجوههم ذوقوا مس سقر. إنا كل شيء خلقناه بقدر. بل الساعة موعدهم والساعة أدهى وأمر. إن المجرمين في ضلال وسعر. يوم يسحبون في النار على وجوههم ذوقوا مس سقر. يوم يسحبون في النار على وجوههم مس سقر. إنا كل شيء خلقناه بقدر. إنا كل شيء خلقناه بقدر. കഴിഞ്ഞ ആയത്ത് വരെ നമ്മൾ പറഞ്ഞത് വ്യത്യസ്തങ്ങളായ മുൻകാല സമുദായങ്ങളിൽ നശിപ്പിക്കപ്പെട്ട തലമുറകളെ കുറിച്ചാണ് പരാമർശിച്ചത്. അവസാനം ഫിർഔനെയും പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അകുഫാറുക്കും ഖൈറും മിൻ ഉലൈക്കും, നിങ്ങളുടെ ഈ നിഷേധികൾ ഈ പറയപ്പെട്ടവരെക്കാളൊക്കെ മേന്മയുള്ളവരാണോ? ഇനി അതല്ല, നിങ്ങൾക്ക് വല്ല ഒഴികഴിവും വല്ല വേദഗന്ധങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലാതെ അതാപം ഉണ്ടാവില്ല എന്നുണ്ടോ? അതുമല്ലെങ്കിൽ സഹായം ലഭിക്കുന്ന ഒരു വലിയ സംഘമാണ് ഞങ്ങൾ എന്ന് നിങ്ങൾക്ക് വല്ല അഭിപ്രായമുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ സംഘം പരാജയപ്പെടും, നിങ്ങൾ പിന്തിരിഞ്ഞ് പോവുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല വചനമിറക്കി. അത് ബദർ യുദ്ധവേളയിൽ യാഥാർത്ഥ്യമായി കണ്ടുവെന്ന് ഉമർ ഖത്താബൊക്കെ പറഞ്ഞതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ കഴിഞ്ഞ് മുശ്രിക്കുകളുടെ നേതാക്കന്മാരെല്ലാം മരിച്ചു കിടക്കുകയും അല്ലാത്തവർക്ക് തോറ്റ് പിന്മാറി ഓടിപ്പോവുകയും ചെയ്ത ആ രംഗം കണ്ടുകൊണ്ട് നബി തങ്ങൾ ഈ ആയത്തോതി എന്ന് ഹദീസിൽ വന്നിരിക്കുന്നു.
സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ. ഈ സംഘം പരാജയപ്പെടും, അവർ പിന്തിരിഞ്ഞോടും എന്ന് പറഞ്ഞത് അവിടെ പ്രാവർത്തികമായി എന്ന് നബിതങ്ങൾ ഈ ആയത്ത് ഓതിക്കൊണ്ട് പറയുന്നു. ഉമർ ഖത്താബൊക്കെ പറഞ്ഞ വചനം അന്ന് ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഞാൻ എപ്പോഴും മനസ്സിൽ പറയുമായിരുന്നു, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ എന്ന് പറഞ്ഞാൽ ഏത് ജംആണ് പരാജയപ്പെടുന്നതെന്ന് പറഞ്ഞത്, ഏത് സംഘത്തെ പറ്റിയാണെന്ന് ഈ പറയുന്നത് എന്ന് ഞാനിങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ബദർ ദിനത്തിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ആയത്ത് ഓതിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ബലിസ്സാഅത്തു മൗഇദുഹും വസ്സാഅത്തു അദ്ഹാ വഅമർ. ഈ ശിക്ഷകളും ഈ അദാബുകളും ഒക്കെ ദുനിയാവിലുണ്ടായി. ഒരുപാട് സംഘം നശിപ്പിക്കപ്പെട്ടു. നൂഹ് നബിയുടെ സമുദായം മുതൽ ഒരുപാട് സമുദായങ്ങൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടു. പക്ഷേ ബലിസ്സാഅത്തു മൗഇദുഹും, ബൽ എന്നാൽ അസ്സാഅ അന്ത്യനാളാകുന്നു, മൗഇദുഹും അവരുടെ വാഗ്ദത്ത സമയം. ഈ അദാബൊന്നുമല്ല ദുനിയാവിൽ അനുഭവിച്ച ഒരു പരാജയമോ ദുനിയാവിൽ കൊല്ലപ്പെട്ടതോ ദുനിയാവിലൂടെ ഇറങ്ങിയതോ അതൊന്നുമല്ല. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ബലിസ്സാഅത്തു മൗഇദുഹും, അന്ത്യനാളാണ് അവരുടെ മൗഇദ്, വാഗ്ദത്ത സമയം. മൗഇദ് വഅദ എന്ന വാക്കുമായി ബന്ധപ്പെട്ടതാണ് മൗഇദ് എന്ന പദം. വഅദ വാഗ്ദാനം ചെയ്തു, വഅദ യഇദു, അതിൽ നിന്നാണ് മൗഇദ് വാഗ്ദത്ത സമയം അല്ലെങ്കിൽ വാഗ്ദത്ത സ്ഥലം. ഇന്ന് അപ്പോയിന്റ്മെന്റ് ഒരു മൗഇദ് ആണ്, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു മൗഇദ് എന്നാണ് പറയുക. ഒരു അലോട്ട് ചെയ്ത ടൈം, ഒരു അനുവദിച്ച സമയം എന്ന അർത്ഥത്തിൽ. ബലിസ്സാഅത്തു മൗഇദുഹും, അന്ത്യനാളാകുന്നു അവരോട് വാഗ്ദാനം ചെയ്ത സമയം. വസ്സാഅത്തു അദ്ഹാ വഅമർ, വസ്സാഅത്തു അന്ത്യനാളാവട്ടെ അത് അദ്ഹാ വഅമർ, അതാണ് കൂടുതൽ പ്രയാസകരമായതും കൂടുതൽ കൈപ്പേറിയതും അന്ത്യനാളാകുന്നു. ബലിസ്സാഅത്തു അദ്ഹാ വഅമർ, അദ്ഹാ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആപൽക്കരമായത്, ഏറ്റവും പ്രയാസകരമായത്. ദഹാ എന്ന മാദിയുമായി ബന്ധപ്പെട്ട വാക്കാണ് ദഹ. ദാഹിയ എന്ന് പറയും, ദാഹിയ, അമ്രും ദാഹിയ എന്ന് പറഞ്ഞാൽ വളരെ ഇടങ്ങേറുള്ള കാര്യം എന്നതിന് ദാഹിയ, അങ്ങേയറ്റം ആപൽക്കരമായ വളരെ ഡേഞ്ചറസ് ആയ കാര്യങ്ങളൊക്കെ ദാഹിയ എന്ന് പറയാം. മുസീബത്തുൻ ദാഹിയ എന്ന് പറയും, അങ്ങേയറ്റം പ്രയാസകരമായ മുസീബത്ത് എന്ന അർത്ഥത്തിൽ ദാഹിയ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അതിന്റെ സൂപ്പർലേറ്റീവാണ് ഇവിടെ അദ്ഹ. ബലിസ്സാഅത്തു മൗഇദുഹും വസ്സാഅത്തു അദ്ഹ, സാഅത്ത് അന്ത്യനാളാവട്ടെ അത് അദ്ഹ അങ്ങേയറ്റം ആപൽക്കരമായതാണ്, അത്യധികം പ്രയാസകരമായതാണ്. വഅമർ ഏറ്റവും കൈപ്പേറിയതുമാകുന്നു. അമർ മുർറ് എന്ന് പറഞ്ഞ കൈപ്പ്, മുർറ് കൈപ്പ്. അമർ ഏറ്റവും കൈപ്പേറിയത്, ഒരു നിലക്കും സഹിക്കാൻ കഴിയാത്ത, ഒരു നിലക്കും സ്വീകരിക്കാൻ കഴിയാത്ത അത്രയും കൈപ്പേറിയതും ഏറെ പ്രയാസകരമായതുമാകുന്നു അന്ത്യനാൾ. അതാണ് അവരോടുള്ള വാഗ്ദത്ത സമയം. അല്ലാതെ ബദൽ കൊല്ലപ്പെട്ടു അതോട് കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട, ബദലിൽ കൊല്ലപ്പെട്ടതോടുകൂടി കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട, ദുനിയാവിൽ ഒരു അദാബുണ്ടായി അതോടുകൂടി അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ ദുനിയാവിൽ ഉണ്ടായത് മാത്രമാണ്. എന്നാൽ യഥാർത്ഥ അദാബ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതൊന്നും ഒരു അദാബല്ല. അതിലേക്ക് ആപേക്ഷികമായി നോക്കുമ്പോൾ ശരിയായ അദാബ് വരാനുള്ളത് അന്ത്യനാളിലാണ്. അതാണ് റബ്ബ് കൊടുത്ത വാഗ്ദാനം. അത് ഏറെ പ്രയാസകരവും ഏറെ കൈപ്പേറിയതുമായ ദിവസം തന്നെയാണ് ആ അന്ത്യനാൾ എന്നുള്ള അല്ലാഹു തആല പ്രത്യേകമായി ഇവിടെ അവരെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാത്തിനേക്കാളും ഏറെ പ്രയാസമുള്ള ദിവസമാണ് ഖിയാമത്ത്. അതാണ് അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഇനി ഇന്നൽ മുജ്രിമീന ഫീ ളലാലിൻ വസുഉ, ഇന്നൽ മുജ്രിമീൻ തീർച്ചയായും മുജ്രിമീൻ കുറ്റവാളികൾ. ഒരുപാട് പ്രാവശ്യം പഠിച്ചു പോയ വാക്കുകളൊക്കെ. മുജ്രിം കുറ്റവാളി, ജറം, ജറം എന്ന കുറ്റം എന്നാണ്, കുറ്റം തെറ്റ് എന്നൊക്കെ ജറം. അജറമ കുറ്റം ചെയ്തു, മുജ്രിം കുറ്റം ചെയ്യുന്നവൻ കുറ്റവാളി, മുജ്രിമൂന കുറ്റവാളികൾ. ഇന്നൽ മുജ്രിമീന തീർച്ചയായും കുറ്റവാളികൾ ഫീ ളലാലിൻ വസുഉ,
അവർ വഴികേടിലാണ്, ളലാലത്തിലാണ്. ളലാൽ വഴികേട്, ഹക്കിൽ നിന്ന് തെറ്റിപ്പോയി അവർ ളലാലത്തിലേക്ക് പോയിട്ടുണ്ട് എന്നർത്ഥം. സുഹൂർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് സുഹൂർ. നരകത്തിന് ഉപയോഗിക്കുന്ന വാക്കുണ്ട് സഅയർ, അതുമായി ബന്ധപ്പെട്ട് സുഹൂർ എന്ന് പറയാം. അവർക്ക് ജ്വലിക്കുന്ന അഗ്നി എന്നർത്ഥം വരും അങ്ങനെയാണെങ്കിൽ. അപ്പൊ അവർക്ക് ലഭിക്കാറുള്ളത് നരകമാണ് എന്ന ആശയത്തിൽ പറയാം. ഇനി അതുമല്ലെങ്കിൽ ഒരു അങ്കലാപ്പ്, ഒരു സംശയം, ഒരു തരം ഒരു ഭ്രാന്ത്, അതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് സുഹൂർ എന്ന വാക്ക്. ഒരു അങ്കലാപ്പിലാണ്, അസ്വസ്ഥതയിലാണ്, അല്ലെങ്കിൽ കൃത്യമായ ഒരു ബുദ്ധി സ്ഥിരത ഇല്ലാതെ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറയാം. അമാനി മൗലവി ഒരു അർത്ഥം കൊടുത്ത് ശരിക്കും സുഹൂർ എന്നത് കിറുക്കിനാണ്. കിറുക്ക് ശരിക്ക് അമാനി മൗലവി കൊടുത്ത അർത്ഥം അതാണ് അതിന് ഏറ്റവും ആപ്റ്റായ ഒരു പദപ്രയോഗം. കുറ്റവാളികൾ അവർ വഴികേടിയാണ്, അവർ ഒരു തരം ഒരു അങ്കലാപ്പിലാണ്, ആകെ ഒരു മാനസികമായ നിലതെറ്റിയ അവസ്ഥയിലാണ് അവർ. ഇത് ഈ തെറ്റുകുറ്റങ്ങളൊക്കെ മനുഷ്യന്റെ മനോനിലയെ തെറ്റിക്കും, സമനിലയെ തെറ്റിക്കും. അതാണ് ഈ അഡിഷൻ, ഓരോന്നിനും അടിമപ്പെട്ടു പോകണം. ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ആള് പിന്നീട് സ്വബോധം പോവുകയാണ്, അതിന് അടിമപ്പെട്ട് പോയി, ആ വഴിക്ക് പോയി. അതേപോലെ ലൈംഗിക രംഗത്തെ തെറ്റായ രീതികൾ സ്വീകരിക്കുന്ന ആളുകൾ അവരതിന് അഡിക്റ്റായി പോവുകയാണ്. പിന്നെ അവർക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് ആ ഒരു വഴി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അന്യായമായി പണമുണ്ടാക്കുന്നവർ, പണച്ചടിമപ്പെട്ടവർ, അബ്ദുൽ ദീനാർ വൽ ദിർഹം എന്ന ഹദീസിൽ കാണാം. ദിനാറിന്റെയും ദിർഹമിന്റെയും അടിമ. ഏത് വിധേനയും പണം ഉണ്ടാക്കിയാൽ മതി, ആ ചിന്തയിൽ അതിനോട് പോകുമ്പോൾ മാനസിക തെറ്റാണ്. പിന്നെ ഒരു കക്കാനും കൊള്ളയടിക്കാനും കൊല്ലാനും തല്ലാനും ഒന്നും ഒരു പ്രയാസമില്ലാത്ത അവസ്ഥയ്ക്ക് മാറണം. എത്ര ത്യാഗം ചെയ്താണ് മോഷ്ടാക്കൾ മോഷ്ടിക്കാൻ പോകുന്നത്. ഒരു മോഷ്ടാവ് മോഷ്ടിക്കുമ്പോൾ ഒരുപാട് പ്രയാസം സഹിക്കുന്നുണ്ട്. ഇതൊക്കെ സഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? പണം ഉണ്ടാക്കണം എന്ന് താല്പര്യം മാത്രം. പിടിക്കപ്പെട്ടേക്കാം, അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, വല്ല പരിക്കും പറ്റിയേക്കാം എന്നൊക്കെ അറിഞ്ഞിട്ടും അതിനൊന്നും വകവെക്കാതെ അവൻ പിന്നെയും ഈ ഉദ്യമത്തിന് തുനിയുന്നുവെങ്കിൽ പണത്തിനോടുള്ള ആർത്തി അവന്റെ മാനസിക നിലയെ തെറ്റിച്ചിരിക്കുന്നു. അപ്പൊ ഏത് കുറ്റകൃത്യവും അങ്ങനെ തന്നെയാണ്. കുറ്റകൃത്യങ്ങളൊക്കെ മനുഷ്യന്റെ മനോനിലയെ തെറ്റിക്കും. സ്വബോധത്തോടു കൂടി തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. കുറ്റവാളികൾ അവർ വഴികേടിലാണ്, ഒരുതരം അങ്കലാപ്പിലാണ്, അല്ലെങ്കിൽ സംശയത്തിലാണ്, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയിലാണ് എന്നൊക്കെ അർത്ഥം പറയാം. യൗമ യുസ്ഹബൂന ഫിന്നാർ അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ. യൗമ യുസ്ഹബൂൻ, അവർ വലിച്ചേക്കപ്പെടുന്ന ദിവസം. സഹബ യുസ്ഹബു എന്ന് പറഞ്ഞാൽ വലിച്ചേക്കുക, തള്ളുക എന്നൊക്കെ അർത്ഥമുണ്ട്. സാധാരണ ഈ ഗൾഫിലൊക്കെ പോയ മനുഷ്യന്മാർക്കല്ല ഡോർമണ്ടാവും. തള്ളാനാണ്. അവർ തള്ളപ്പെടുന്ന ദിവസം. അവർ തള്ളപ്പെടുന്ന ദിവസം, അല്ലെങ്കിൽ വലിക്കപ്പെടുന്ന ദിവസം. പിന്നെ നരകത്തിൽ വലിക്കപ്പെടുന്ന ദിവസം. പുള്ളാണ്, പക്ഷേ പുള്ളാണ്, വലിക്കുക. സഹബ വലിക്കുക. മറ്റേ അവർ വലിക്കപ്പെടുന്ന ദിവസം. ഫിന്നാർ, നരകത്തിൽ. അലാ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ മേലായിക്കൊണ്ട് നരകത്തിൽ വലിച്ചേക്കപ്പെടുന്ന ദിവസം. മുഖം കുത്തി ആ നരകത്തിലൂടെ വലിച്ചേക്കപ്പെടുന്ന ഘട്ടമുണ്ടാവും. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് സൂറത്തുൽ മുൽക്കിൽ തബാറക സൂറയിൽ അല്ലാഹു പറഞ്ഞുവല്ലോ. അതിലെ മറ്റൊരു വശമാണ് യൗമ യുസ്ഹബൂന, അവർ വലിച്ചേക്കപ്പെടുന്ന ദിവസം. ഫിന്നാർ, നരകത്തിൽ. അലാ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ മേലായിക്കൊണ്ട്. മുഖങ്ങളിൽ മേലായി വലിച്ചേക്കപ്പെടുന്ന ദിവസം. അന്ന് അവരോട് പറയപ്പെടും ദൂഖൂ മസ്സ സഖർ. ദൂഖൂ, നിങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും മസ്സ സഖർ, സഖറിന്റെ നരകത്തിന്റെ സ്പർശനം അത് നിങ്ങൾ ആസ്വദിക്കുകയും എന്നവരോട് പറയപ്പെടുകയും
മസ് എന്ന് പറഞ്ഞാൽ സ്പർശനം എന്നാണ് ഇവിടെ അർത്ഥം. മസ്സ സ്പർശിച്ചു, മസ്സുൻ സ്പർശനം. അവിടെ പറയപ്പെടും നരകാഗ്നിയുടെ ആ സ്പർശനം നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, അത് നിങ്ങൾ ആസ്വദിക്കുക എന്നവരോട് പറയപ്പെടും. കുറ്റവാളികൾ നാളെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നു, മുഖം കുത്തി അവർ തീയിലൂടെ പരിചയിക്കപ്പെടുന്നു. ആ സമയത്ത് അവരുള്ള പറച്ചിലാണ് അനുഭവിക്കൂ നിങ്ങൾ നരകത്തിന്റെ ഭയാനകത, നരകത്തിന്റെ സ്പർശനം, അത് നിങ്ങൾ അനുഭവിക്കൂ എന്ന് പറയപ്പെടുകയും ചെയ്യും. ദുനിയാവിൽ വഴികേട് തെരഞ്ഞെടുത്ത ആളുകളാണ് അവർ, മര്യാദയ്ക്ക് നടക്കാത്തത്. അതുകൊണ്ടാണ് മുഖം കുത്തി പോണത് നരകത്തിൽ. ദുനിയാവിൽ നേർവഴിക്ക് പോയിട്ടില്ല, വലാളത്താണ് അവർ സ്വീകരിച്ചത്, ദുർമാർഗമാണ് സ്വീകരിച്ചത്, നേർമാർഗമല്ല സ്വീകരിച്ചത്. അതിനാൽ നാളെ പരലോകത്ത് അവരെ കാലിന്മേലല്ല നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുക, മുഖം കുത്തിയിട്ടാണ് വലിച്ചേക്കപ്പെടുക. ആ വലാളത്തിൽ നൽകുന്ന സമാനമായ ആശയത്തിൽ സമാനമായ സ്വഭാവത്തിലുള്ള ശിക്ഷാ നടപടിയാണ് നമുക്ക് ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം എന്താ പറഞ്ഞത്? ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. ഇന്നാ തീർച്ചയായും നാം കുല്ല ശൈഇൻ എല്ലാ കാര്യങ്ങളെയും ഖലഖനാഹു നാം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു ബിഖദർ കൃത്യമായ ഒരു ഖദർ, ഒരു കണക്ക്, ഒരു തോത്, നിശ്ചയപ്രകാരമാണ് നാം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഖദർ സാധാരണ ഖദാ ഖദർ എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ എല്ലാ വസ്തുക്കളെയും എല്ലാ കാര്യങ്ങളെയും നാം സൃഷ്ടിച്ചത് കൃത്യമായ ഒരു നിശ്ചയപ്രകാരമാകുന്നു. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ കാര്യങ്ങളെയും നാം സൃഷ്ടിച്ചത് കൃത്യമായ നിശ്ചയപ്രകാരം, വ്യവസ്ഥ പ്രകാരം, ഒരു കണക്ക് പ്രകാരമാണ് എല്ലാം നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഖദരികൾ എന്ന് പറയുന്ന സംഘം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിച്ചവർ. ഖദറൊന്നുമില്ല, അതിന്റെ മുൻ നിശ്ചയമൊന്നുമില്ല, അള്ളാഹു പൊതുവായ ചില വ്യവസ്ഥകൾ വെച്ചു എന്നല്ലാതെ ബാക്കിയൊക്കെ പിന്നെ അതിലിട്ട് തന്നെ പോവാണ് എന്നാണ് അവരുടെ വാദം. മൊത്തത്തിൽ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം സൃഷ്ടിപ്പ് നടത്തി പിന്നെ സൃഷ്ടികൾ അവരെ പാട്ടിൽ വിട്ടിരിക്കുന്നു, പിന്നെ അവരിഷ്ടത്തിന് അവരെ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത് പോകുന്നു. അല്ലാത്ത ഖദറില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരാണ് ഖദരികൾ എന്നറിയപ്പെടുന്ന സംഘങ്ങൾ. പക്ഷേ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യമാണ് അൽ ഈമാനു ബിൽ ഖദർ. ഖദറിൽ വിശ്വസിക്കാൻ ഈമാൻ കടത്തപ്പെട്ടതാണ്. ഖദറിൽ വിശ്വസിക്കാത്ത കാലത്തോളം ഒരാളുടെ വിശ്വാസം സ്വീകാര്യമാവുകയില്ല. ഒക്കെ ഖദരികൾക്കെതിരെ ശക്തമായി പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ്. സ്വഹാബിമാരുടെ അവസാന കാലഘട്ടത്തിലാണ് ഖദരിയാക്കൾ രംഗത്ത് വരുന്നത്. അത് സ്വഹാബിമാർ മരിച്ചു തീർന്നിട്ടില്ല, കുറച്ച് സ്വഹാബിമാരൊക്കെ ബാക്കിയുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഖദരികൾ എന്ന പേരിൽ ഖദർ നിഷേധിച്ചുകൊണ്ട് ഒരു സംഘം രംഗത്ത് വരുന്നത്. അന്ന് ഇവരോടൊക്കെ പറയുന്നുണ്ട്, ഖദരിയോട് പറഞ്ഞുകൊള്ളുക, ഇവരോട് അവരുമായി ബന്ധമില്ല, അവർക്ക് ഇവരോടുമായി ബന്ധമില്ല എന്ന് നിങ്ങൾ അറിയിച്ചു കൊള്ളുക എന്നൊക്കെ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചത് കാണാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ആയത്തും സമാനമായ ആയത്തുകളും ഹദീസും എല്ലാം പഠിപ്പിക്കുന്നത് മുഴുവൻ കാര്യങ്ങളെയും അല്ലാഹു കൃത്യമായ ഖദർ പ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. മനുഷ്യന്മാരെ പോലും ഒരു സംഗതി നിർമ്മിക്കുമ്പോൾ എത്ര കൃത്യമായ വസ്തുക്കളെ നിർമ്മിക്കണം, പുറത്തുണ്ടാക്കുന്നതിന് ഓരോ വസ്തു നിർമ്മിക്കുമ്പോഴും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ മെഷർമെന്റും എല്ലാം എടുത്ത് അതിന്റെ മൈന്യൂട്ടായി ഓരോന്നും പ്ലാൻ ചെയ്തിട്ടല്ലേ ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കപ്പെടുക. എത്ര കണ്ട പ്ലാനിങ് നടന്നോ അത്ര കണ്ട ഉൽപ്പന്നം ക്വാളിറ്റി ഉണ്ടാവും. അത് പുറത്തൊരു കമ്മട്ടത്തിന് നമ്മൾ അതൊന്നും ഉണ്ടാക്കില്ലേ. ഓരോന്നും കൃത്യമായി വരച്ചും പ്ലാൻ ഉണ്ടാക്കിയും അളവടക്കം രേഖപ്പെടുത്തിയും അതിനെ മൈക്രോ പ്ലാനിങ് ചെയ്തുമാണ് ഓരോ കാര്യങ്ങളും മനുഷ്യത്തിന്റെയും ഇവിടെ നിർമ്മിക്കുന്നത്. എങ്കിൽ അല്ലാഹു തആല സൃഷ്ടിപ്പിൽ അങ്ങനത്തെ ഒന്നുമില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ എന്ത് സൃഷ്ടിക്കുമ്പോഴും അല്ലാഹു തആല അതിലെ മുഴുവൻ കാര്യങ്ങളെയും റബ്ബ് വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നീളവും അതിന്റെ വലിപ്പവും അതിന്റെ എണ്ണവും അതിന്റെ വണ്ണവും അതിന്റെ നിറവും അതിന്റെ കോലവും അടക്കം എല്ലാം അല്ലാഹു തആല കൃത്യമായി നിശ്ചയിച്ച് തന്നെയാണ് ഓരോന്നും സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സൃഷ്ടിക്കുന്നതിന് മുമ്പേ അല്ലാഹുവിന് അറിയാം, സൃഷ്ടിച്ചതിന് ശേഷമല്ല. ചില പക്ഷേ അങ്ങനെ പറഞ്ഞു, സൃഷ്ടിച്ച ശേഷമാണ് അറിയാം. ഒരിക്കലും ശരിയല്ല. അല്ല സൃഷ്ടിച്ച സംഗതിയെ സൃഷ്ടിച്ച ശേഷമേ അല്ലാഹുവിന് അറിയുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ.
എത്രയോ കമ്പനികൾ ബന്ധപ്പെട്ടാൽ പറയും ഇന്ന വസ്തു അതുങ്ങൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല, പ്ലാനിങ്ങിലാണ്. പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടല്ല പ്ലാൻ ചെയ്യുക. എത്രയോ നേരത്തെ പ്ലാനിങ് ആരംഭിക്കും. എല്ലാം കഴിഞ്ഞ് ഒക്കെ ഓക്കെ ആയിട്ട് പ്രൊഡക്ഷൻ ആരംഭിക്കും. അത് മനുഷ്യന്മാർ ചെയ്യുക എങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല സൃഷ്ടിച്ച കുട്ടിനേഷാണ് പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നിങ്ങനെ പറയും. ഓരോന്നും സൃഷ്ടിക്കുന്നതിന് മുമ്പേ റബ്ബിന്റെ എല്ലാം പറയാം. അതാണ് ഖദർ എന്ന് പറയുമ്പോൾ 4 ഘടകങ്ങളുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ ഇൽമാണ്, അറിവ്, അതേക്കുറിച്ചുള്ള അറിവ്. അതുപോലെ വസ്തു ഉണ്ടാക്കാൻ കാത്തിക്കേണ്ട കാര്യമില്ല. ആകാശം ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അറിയുന്നവനാണ് അല്ലാഹു. 2 കിതാബത്താണ്, എഴുതി വെക്കലാണ്. ആ അറിവ് അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ രേഖയായി ലൗഹുൽ മഹ്ഫൂദിൽ രേഖയായി കിടക്കുന്നു. 3 അതിനെ അല്ലാഹു മശീഅത്ത് ഉദ്ദേശിക്കലാണ്. അത് ഉണ്ടാവാൻ അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉണ്ടാവും മശീഅത്ത്. 4 അതിനെ ഖൽഖ് ഈജാദ്, അത് സൃഷ്ടിക്കലാണ്. ആ ഉദ്ദേശത്തോട് യോജിച്ചു വരുമ്പോൾ അല്ലാഹുവിനെ സൃഷ്ടിക്കുന്നു. ഈ 4 ഘടകങ്ങൾ വിശ്വസിക്കണം ഖദറിന്റെ കാര്യത്തിൽ. അല്ലാതെ അല്ലാഹു കൂടെ ഖദറിന്റെ വിശ്വസിക്കാൻ പോലെ അല്ലാഹുവിനെ എല്ലാം അറിയാം. ആ അറിയുന്നൊക്കെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം അല്ലാഹുവിന്റെ മശീഅത്ത് ഉണ്ടായി വരുമ്പോൾ അല്ലാഹു സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ വസ്തു ഇവിടെ ഉണ്ടാകുന്നു. ഇതാണ് ഖദർ. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. നാം എല്ലാ കാര്യങ്ങളെയും ഖദർ പ്രകാരം, കൃത്യമായ വ്യവസ്ഥ പ്രകാരം നാം സൃഷ്ടിച്ചിരിക്കുന്നു. അതല്ലാതെ ഒരു വ്യവസ്ഥയില്ലാതെ, ഒരു നിശ്ചയമില്ലാതെ, ഒന്നുമില്ലാതെ അല്ലാഹു തആല അത് അങ്ങനെയാണ് കൊടുത്ത് സൃഷ്ടിച്ചു വിട്ടിട്ടില്ല എന്നർത്ഥം. മുഴുവൻ കാര്യങ്ങളും അതിന്റെ പ്രവർത്തികൾ മുതൽ ആളുകളുടെ ഏത് കാര്യങ്ങളും അതെല്ലാം അല്ലാഹു തആല കൃത്യമായ വ്യവസ്ഥ പ്രകാരം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളിൽ ഈ ഖദറുമായി ബന്ധപ്പെട്ട് നാം വിശ്വസിക്കേണ്ട ആവശ്യകത, നിശ്ചയിച്ചുള്ള ഗൗരവങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. ഉദാഹരണമായി നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കാണാം. ഇന്ന മജൂസ ഹാദിഹിൽ ഉമ്മ അൽ മുകദ്ദിബൂന ബിഅഖ്ദാരില്ലാഹ്. അല്ലാഹുവിന്റെ ഖദറുകളെ നിഷേധിക്കുന്ന ആളുകൾ അവർ ഈ ഉമ്മത്തിലെ മജൂസികളാണ് എന്നാണ്. മജൂസി എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകർ എന്നാണ് അർത്ഥം. ഈ ഉമ്മത്തിലെ മജൂസികൾ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല. തീയിനെ ദൈവമായി കണ്ട് ആ തീയിനെ ആരാധിക്കുന്ന ആളാണ് മജൂസികൾ അറിയപ്പെടുന്നത്. പക്ഷെ ഈ ഉമ്മത്തിലെ മജൂസികളുണ്ട്. ആ മജൂസികളാണ് അല്ലാഹുവിന്റെ ഖദർ നിഷേധിക്കുന്നവർ എന്നുവരെ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റു ഹദീസിൽ കാണാം സിൻഫാനി മിൻ ഉമ്മത്തി ലൈസ ലഹും ഫിൽ ഇസ്ലാമി നസീബുൻ അഹ്ലുൽ ഇർജാഇ വൽ ഖദർ. 2 സംഘം ആളുകൾ, അവർക്ക് ഇസ്ലാമിൽ യാതൊരു വിഹിതവുമില്ല എന്ന് ചില ഹദീസിൽ കാണുന്നു. അതിൽ ഒന്ന് പറഞ്ഞത് ഖദറിനെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ചാണ് എന്ന് കാണാം. ഇങ്ങനെ സമാനമായ ധാരാളം ഹദീസുണ്ട്. അതുപോലെ സ്വഹാബിമാർ പറഞ്ഞ വചനങ്ങളുണ്ട്, ഒക്കെ കാണാം. ഇബ്നു ഉമർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇബ്നു ഉമർ പ്രഖ്യാപിച്ച പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞു. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ സത്യം ചെയ്ത് പറയുന്നു. ഇബ്നു ഉമറിന്റെ പ്രഖ്യാപനമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ സത്യം ചെയ്ത് പറയുന്നു, ലൗ അന്ന ലി അഹദികും മിസ്ല ഉഹുദിൻ ദഹബ. നിങ്ങൾ ഒരാൾക്ക് ഉഹുദ് മലയോളം സ്വർണം ഉണ്ടായിട്ട് ഫഅൻഫഖഹു, അതെല്ലാം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചാലും ശരി, മാ ഖബലല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ. ഖദറിൽ വിശ്വസിക്കുന്നില്ലേ, ആ ചെലവഴിച്ചതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഇബ്നു ഉമർ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയുന്നു എന്ന് പ്രഖ്യാപിച്ച ആളാണ് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ്. ഉഹുദ് മലയോളം സ്വർണം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചാലും ശരി, ഖദറിൽ വിശ്വസിക്കുന്നില്ലേ, ആ ചെലവഴിച്ചത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുന്നത്. സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണെങ്കിലും ശരി, ഈ ആയത്ത് അതിന് ഏറ്റവും നല്ല തെളിവാണ്. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ കാര്യങ്ങളെയും കൃത്യമായ കണക്ക് പ്രകാരം, നിശ്ചയപ്രകാരം നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ആ വിഷയങ്ങൾ നാം വിശദമായി പഠിക്കാൻ ശ്രമിക്കുക.
നമ്മുടെ വിശുദ്ധ ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന അഹ്ലുസുന്ന ആദർശ പഠന കോഴ്സിൽ 2 ക്ലാസുകൾ ഖദറുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കേട്ടിട്ടില്ലാത്തവർ കേൾക്കാൻ ശ്രമിക്കണമെന്ന് കൂടി സമർപ്പികമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു തആല അവരുടെ ദീന് ശരിയാവണ്ണം പഠിച്ച് ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒന്നുകൂടെ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بل الساعة موعدهم والساعة أدهى وأمر. بل الساعة موعدهم والساعة أدهى وأمر. إن المجرمين في ضلال وسعر. يوم يسحبون في النار على وجوههم ذوقوا مس سقر. إنا كل شيء خلقناه بقدر. سبحانك اللهم وبحمدك. السلام عليكم.